നീ അപ്പോൾ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാനും അപ്പനും കൂടിയാണ് എല്ലായിടത്തും അന്വേഷിച്ച് നടന്നത്. പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. ഇടയ്ക്ക് വെച്ച് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പൻ എങ്ങോട്ടോ പോയി. ക്ലീറ്റസിൻ്റെ ശബ്ദമിടറി. ക്ലീറ്റസേ, നീ അമ്മയുടെ കൂടെ ഉണ്ടാവണം. ഞാനിപ്പോൾ വരാം. റോക്കി പുറത്തേക്ക് പോയി. റോക്കി, എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞിട്ട് പോ. ക്ലീറ്റസ് പറഞ്ഞത് കേൾക്കാതെ റോക്കി മുന്നോട്ട് പോയി. പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് സുധാകരൻ വാതിൽ തുറന്നു. വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ. ഒറ്റ ചവിട്ടായിരുന്നു സുധാകരൻ തെറിച്ച് അകത്തേക്ക് വീണു. നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് സുധാകരൻ കണ്ടത് മുന്നിൽ നിൽക്കുന്ന റോക്കിയെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വേട്ടയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. വേട്ട എന്ന ക്രൈം ത്രില്ലർ സ്റ്റോറി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേട്ടയുടെ അടുത്ത എപ്പിസോഡിലേക്ക് കടന്നാലോ. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ക്ലീറ്റസ് റോക്കിയുടെ അടുത്ത് വന്നിരുന്നു. അവൻ എന്തോ പറയാനുണ്ടെന്ന് റോക്കിക്ക് മനസ്സിലായി. എന്താ? സിഗരറ്റ് വലിച്ച് പുക പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് റോക്കി ചോദിച്ചു. പുക ഉള്ളിൽ തട്ടിയതും ക്ലീറ്റസ് ചുമച്ചു. ചേട്ടനാ സിഗരറ്റ് മാറ്റിവെക്ക്, ചുമ വരുന്നു. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ സിഗരറ്റ് വലിക്കുന്നതിന് മുന്നിൽ വന്ന് തലവെക്കാൻ? എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. അതെനിക്ക് മനസ്സിലായി, നീ കാര്യം പറയൂ. വേറെ ഒന്നുമല്ല, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അത് കേട്ട് റോക്കി അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്ക് പ്രേമമോ? നീ അതിന് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാറുണ്ടോ? ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ശരി, ഏതാ പെണ്ണ്? അത് SI അരവിന്ദൻ സാറിൻ്റെ മകളാണ്. അത് കേട്ട് റോക്കി പൊട്ടിച്ചിരിച്ചു. അതിന് ചിരിക്കുന്നതെന്തിനാ? വേറൊന്നുമല്ലടാ, ഇടി അന്വേഷിച്ച് പോകേണ്ടി വരില്ല. കൃത്യമായിട്ട് നിന്റെ മുന്നിലെത്തിക്കോളും, റോക്കി പറഞ്ഞു. ചേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാനും തമാശയല്ല പറഞ്ഞത്, നടക്കാൻ പോകുന്ന കാര്യമാണ്. SI അരവിന്ദൻ്റെ ഇടി കൊണ്ട് നിന്റെ എല്ല് വെള്ളമാവും മോനെ. നിർത്തിക്കോ, അതാ നല്ലത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ഉണ്ടാവില്ല. നിനക്ക് പോലീസുകാരെ പറ്റി എന്തറിഞ്ഞിട്ടാണ്? മകളെ പ്രേമിക്കുന്ന കാരണത്താൽ നിന്നെ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടും. എന്നിട്ട് അങ്ങേര് പെരുമാറും. ഇതൊക്കെ പോലീസുകാരുടെ സ്ഥിരം നമ്പറാണ്. അരവിന്ദ സാർ അങ്ങനെയുള്ള ആളല്ല, നല്ലവനാണ്. ശരണ്യ എന്നെപ്പറ്റി വീട്ടിൽ പറഞ്ഞിരുന്നു. ശരണ്യയോ? അതാരാ? അതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്. ഓ, അപ്പോൾ രണ്ടുപേരും എല്ലാം തീരുമാനിച്ച മട്ടാണല്ലോ. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? വീട്ടിൽ പറഞ്ഞിട്ട് സമ്മതിച്ചോ? ഇല്ല, എൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ നീയാണെന്ന് തെറ്റിദ്ധരിച്ചു അരവിന്ദൻ സാർ. അത് കേട്ട് റോക്കി പൊട്ടിച്ചിരിച്ചു. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, ഇങ്ങനെ ചിരിക്കാനല്ല. നീയും പ്രേമിക്കുന്നുണ്ടല്ലോ. പ്രേമിക്കുന്നവരുടെ മനസ്സ് നിനക്കറിയില്ലേ? ദേഷ്യത്തോടെ ക്ലീറ്റസ് പറഞ്ഞു. മോനെ കിച്ചു. അകത്തു നിന്നും ക്ലാരയുടെ വിളി കേട്ടത് അപ്പോഴാണ്. ദേടാ, കിച്ചുമോനെ അമ്മ വിളിക്കുന്നു, ചെല്ല്. വല്ല ഹോർലിക്സോ ബൂസ്റ്റോ കലക്കി തരാനാവും, റോക്കി പറഞ്ഞു. ചമ്മലോടെ ക്ലീറ്റസ് അകത്തേക്ക് പോയി. ആ നേരത്താണ് റോക്കിയുടെ ഫോൺ ബെല്ലടിച്ചത്. റോക്കി ഫോൺ എടുത്തു. ദർശനയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താടി? റോക്കി അത് ചോദിച്ചപ്പോൾ തന്നെ അപ്പുറത്ത് കരയുന്ന ശബ്ദമാണ് കേട്ടത്. നീ എന്തിനാ കരയുന്നത്? കാര്യം പറയൂ. ദർശന ഉണ്ടായ കാര്യങ്ങൾ റോക്കിയോട് പറഞ്ഞു. റോക്കി, ഞാൻ എന്തു ചെയ്യും? എൻ്റെ മാനത്തിന് വില പറഞ്ഞിരിക്കുകയാണ് അയാൾ. മരിക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. ഇതെങ്ങാൻ വീട്ടിലറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കരഞ്ഞുകൊണ്ട് ദർശന പറഞ്ഞു. നീ എന്തിനാ മരിക്കുന്നത്? ആവശ്യമില്ലാത്തതിനെ പറ്റി സംസാരിക്കേണ്ട. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. റോക്കി ഫോൺ കട്ട് ചെയ്തു. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ റോക്കി പറഞ്ഞെങ്കിലും തനിക്കെന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ആണ് ഉറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ വൈകി. പുറത്ത് അച്ഛൻ്റെ ശബ്ദം കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത്.
അമ്മയുമായി കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയാണ് അച്ഛൻ. മൊബൈൽ എടുത്ത് സമയം നോക്കി ദർശന. സമയം 11 മണിയായി. ഈശ്വര, ഇത്രയും നേരം കിടന്നുറങ്ങിപ്പോയോ? ദർശന എഴുന്നേറ്റ് വാഷ് ബേസിനിൽ പോയി മുഖം കഴുകി പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു. അതിനുശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ രണ്ടുപേരും കൂടി ഭയങ്കര സംസാരം? അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നുകൊണ്ട് ദർശന ചോദിച്ചു. ആഹാ, എത്തിയല്ലോ പൊന്നുമോള്, നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ? ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ എന്തറിയാനാ? എങ്കിൽ കേട്ടോ, മനസ്സ് നിറച്ച് കേട്ടോ. ആ വടക്കേ കോളനിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു പ്രകാശൻ ഉണ്ടല്ലോ, വിറക് പ്രകാശൻ, അവനെ കുത്തിക്കൊന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു നടുക്കമുണ്ടായി അത് കേട്ടപ്പോൾ ദർശനയ്ക്ക്. ആരാ പ്രതി? വിറച്ചുകൊണ്ട് ദർശന ചോദിച്ചു. വേറെ ആരുമല്ല, നീ ഇഷ്ടപ്പെട്ടിരുന്ന റോക്കി തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അവനൊരു ഗുണ്ടയാണ്, കൊല്ലാനൊന്നും മടിയില്ലാത്തവനാണെന്ന്. ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. നാരായണൻ മകളോട് പറഞ്ഞു. മോളെ, ഇതൊക്കെ തന്നെയാണ് അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള നിന്റെ അവസ്ഥ. നളിനി ദർശനയുടെ അടുത്ത് വന്ന് അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ ഏതെങ്കിലും കേസിലകത്താവും. പിന്നെ അവൻ്റെ ഭാര്യയായി കഴിഞ്ഞാലുള്ള നിന്റെ അവസ്ഥ എന്താണ്? നളിനി പറഞ്ഞു. അത് മാത്രമോ, ചത്തവൻ്റെ വീട്ടുകാർ വെറുതെ ഇരിക്കുമോ? ആ പ്രകാശൻ എന്നൊക്കെ പറയുന്നത് ഒരു ചെറ്റയാണ്. അവൻ്റെ കുടുംബമൊക്കെ മൊത്തം അലവലാദികളാണ്. അവനൊരു മോനുണ്ട്. അവനും ഏകദേശം കച്ചറയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ അവൻ്റെ ബന്ധുക്കളെല്ലാം മോശമാണ്. ഇവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമോ? റോക്കിയുടെ കുടുംബത്തിലുള്ളവരെ മൊത്തം ഇല്ലാതാക്കി കളയും അവന്മാര്. ആ സമയം ഇവൾ അവൻ്റെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ ഇവളെയും കൊല്ലും, നാരായണൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടെങ്കിലും ദർശന മറുപടി പറഞ്ഞില്ല. അവൾ വേഗം തന്റെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോയി. ഇവർ പറഞ്ഞത് സത്യമാണോ എന്നറിയണം. സ്കൂട്ടർ ഏകദേശം മാർക്കറ്റിന്റെ ഭാഗത്തെത്തിയപ്പോൾ കുറച്ചാളുകൾ മുന്നിൽ വന്നു നിന്നു. കണ്ടാൽ ഗുണ്ടകളെന്ന് തോന്നുന്ന 3-4 പേര്. അതിലൊരുവൻ ദർശനയുടെ അടുത്തേക്ക് ചെന്നു. ഇവൾ അവന്റെ ആളാ. ഇവൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രകാശനെ അവൻ കൊന്നത്. അവൻ പറഞ്ഞത് കേട്ട് ദർശന നടുങ്ങി. കൊല്ലടാ ഇവളെ, വെറുതെ വിടരുത്. അയാൾ അത് പറഞ്ഞതും ഗുണ്ടകൾ ദർശനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. വണ്ടി എടുക്കാൻ നിൽക്കാതെ ദർശന ഇറങ്ങി ഓടി. ജീവന് കൊണ്ട് ഓടുകയായിരുന്നു അവൾ. ഓടുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ദർശന കണ്ടത് തന്റെ സ്കൂട്ടർ കത്തുന്നതാണ്. ആരോ കയ്യിലുള്ള വടിവാള് അവളുടെ നേരെ വീശിയെറിഞ്ഞു. എന്നാൽ ഉന്നം തെറ്റി ദർശനയുടെ അടുത്തുകൂടെ അത് തെറിച്ചു വീണു. ദർശന പേടിച്ചു വിറച്ചു. വേറൊരുവൻ കയ്യിലുള്ള വടി അവളുടെ കാലിന് നേരെ വീശിയെറിഞ്ഞു. കാലിൽ വടി തട്ടിയതും അവൾ മറിഞ്ഞു വീണു. പാഞ്ഞു വന്ന ഗുണ്ടകളിൽ ഒരുവൻ വാളുകൊണ്ട് അവളെ വെട്ടി. എന്നാൽ അപ്പോഴേക്കും ദർശന ഉരുണ്ടു മാറി. ആളുകൾ കൂടിയിരുന്നു. ദർശന നിലത്തു നിന്നും എഴുന്നേറ്റു. അവളുടെ വസ്ത്രത്തിൽ എല്ലാം അഴുക്ക് പറ്റിയിരുന്നു. വീണ്ടും അവൻ ദർശനയ്ക്ക് നേരെ വാള് വീശി. അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു പച്ചക്കറി കടയിലിരുന്ന മത്തങ്ങ എടുത്ത് തന്നെ വെട്ടാൻ വന്ന ഗുണ്ടയെ എറിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഓടി. അവൾ ഓടി ഒരു ഷെഡിനകത്ത് ഒളിച്ചിരുന്നു. വിയർത്ത് കുളിച്ചിരുന്നു. അവൾ കിതയ്ക്കുകയായിരുന്നു. എവിടെയൊക്കെയോ മുറിഞ്ഞിട്ടുണ്ട്. വിയർപ്പ് മുറിവിൽ തട്ടിയപ്പോൾ മൊത്തത്തിൽ ഒരു നീറ്റൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഫോൺ എടുത്ത് നാരായണനെ വിളിച്ചു. ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. പലതും പറയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നന്നായി ഭയന്നു പോയിരുന്നു ദർശന. ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേൾക്കാം. തന്നെ പിടിക്കാൻ വേണ്ടി അവർ ഓടി നടക്കുന്നതാണ്. തന്നെ കയ്യിൽ കിട്ടിയാൽ വെട്ടി നുറുക്കും. അവൾ തന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ചു. കയ്യിൽ വടിവാളും ആയുധങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ തന്നെ അന്വേഷിക്കുന്നത്. ദർശന അവിടെ മൂലയ്ക്ക് കുത്തിയിരുന്ന് തേങ്ങിക്കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? തന്നെ എന്തിനാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്? എവിടെ പോയി ഒളിച്ചു അവൾ? നാശം, വിടരുതവളെ. കിട്ടിയാൽ പെട്ടെന്നങ്ങ് കൊല്ലണ്ട. നമുക്കെല്ലാവർക്കും പങ്കിട്ടെടുക്കാം അവളെ. സംഭവം പ്രകാശം മരിക്കാൻ കാരണക്കാരിയാണെങ്കിലും അവൾ നല്ല അസലൊരു പീസാണ്. ഒരുവൻ പറയുന്നത് കേട്ടു. ദർശന അത് കേട്ട് ഭയന്നു. തന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ തന്റെ അവസ്ഥ എന്താവും? പെട്ടെന്നാരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു ദർശന. മോളെ, മോളെ, ദർശനെ, നീ എവിടെയാണ്? നാരായണന്റെ ശബ്ദം കേട്ടതും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ദർശന ഓടിച്ചെന്ന് നാരായണന്റെ ദേഹത്തേക്ക് വീണു. പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. എന്തു പറ്റി മോളെ? എന്താണ് പ്രശ്നം? നീ എന്തിനാ കരയുന്നത്? എനിക്ക് പേടിയാവുന്നച്ചാ, അവരെന്നെ കൊല്ലും. കിടുകിട വിറച്ചുകൊണ്ട് ദർശന പറഞ്ഞു. അവളുടെ ശരീരത്ത് മുഴുവൻ അഴുക്ക് പറ്റിയിരുന്നു.
ഓടിയപ്പോൾ വീണതുകൊണ്ട് ഡ്രസ്സിലെല്ലാം അഴുക്ക് പറ്റിയിരുന്നു. നാരായണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. പുറത്ത് നാരായണന്റെ കാറ് കിടപ്പുണ്ടായിരുന്നു. ദർശനയെ അതിൽ കയറ്റി. നാരായണൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കാർ ഓടിച്ചു പോയി. ദർശനയ്ക്ക് പിന്നീടങ്ങോട്ട് മാനസിക നില തെറ്റിയ പോലെയായിരുന്നു. ആരോടും മിണ്ടാൻ വയ്യാത്ത അവസ്ഥ, മൊത്തത്തിൽ ഭയം. അച്ഛൻ വന്നില്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. നാരായണൻ ദർശനയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇതാണ് ഞാൻ പറയുന്നത്. റോക്കിയെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ. അവന്റെ ശത്രുക്കൾ അവന്റെ ബന്ധുക്കളെയും അവൻ സ്നേഹിക്കുന്നവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. അവൻ ജയിലിലും ആവും, കണ്ടില്ലേ? ഇനി അവൻ പുറത്തിറങ്ങിയാൽ ഇവർ അവനെ കൊല്ലില്ല എന്നെന്താ ഉറപ്പ്? നല്ല പ്രായത്തിലേ നീ വിധവയാവും. നീ ശരിക്കും ഒന്ന് ആലോചിക്കൂ. കല്ലൂക്കാരൻ ജെയിംസിനെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് പിന്നെ സുഖജീവിതമാണ്. എല്ലാവരും നിന്നെ ബഹുമാനിക്കും. ഇപ്പോൾ കൊല്ലാൻ വന്നവരാരും നിന്റെ ദേഹത്ത് തൊടില്ല. നിന്റെ ദേഹത്ത് തൊടാൻ അവന്മാർ ഭയക്കും. നീ ശരിക്കും ആലോചിക്കൂ. കല്ലൂക്കാരൻ ജെയിംസിനെ വിവാഹം കഴിച്ച് മഹാറാണിയെ പോലെ നിനക്ക് ജീവിക്കണോ? അതോ റോക്കിയെ വിവാഹം കഴിച്ച് ആ ചെറ്റപ്പുരയിൽ അടുക്കളയിൽ കിടന്ന് നരകിച്ച് ഒടുവിൽ അവന്റെ വിധവയായിട്ട് മാറണോ? എന്തു വേണമെന്ന് ആലോചിക്കൂ. നാരായണൻ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അതിരാവിലെ തന്നെ ദർശന കുളിയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൾ എവിടെ പോയി? നാരായണൻ ചോദിച്ചു. അറിയില്ല, പുറത്തേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. ഞാൻ വന്നപ്പോഴേക്കും അവൾ പോയിരുന്നു. വണ്ടിക്കാണോ പോയത്? അല്ല, നടന്നാണ് പോയത്. നിനക്കൊന്ന് വാ തുറന്ന് ചോദിക്കാമായിരുന്നില്ലേ? ദേഷ്യത്തോടെ നാരായണൻ പറഞ്ഞു. ഇതേ സമയം ദർശന റോക്കിയുടെ വീടിനടുത്ത് എത്തിയിരുന്നു. ഒരു മരണ വീട് പോലെയായിരുന്നു അവിടെ. ക്ലീറ്റസ് ഉണ്ടായിരുന്നു. ദർശന അവനെ പുറത്തേക്ക് വിളിച്ചു. എനിക്ക് റോക്കിയെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ഞാനത് ആഗ്രഹിച്ചിരുന്നു. റോക്കിയെ പോലെ ചങ്കൂറ്റമുള്ള ഒരാളുടെ ഭാര്യയാവാൻ. പക്ഷേ അതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടം ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ റോക്കിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ്. അവനെ കാണുമ്പോൾ പറയണം എന്നെ മറന്നേക്കാൻ. അവനെപ്പോലെ ഒരാളെ വിവാഹം കഴിച്ച് അപകടം വരുത്തി വെക്കാൻ ഞാനില്ല. എനിക്ക് ജീവിതം ഒന്നേയുള്ളൂ. ക്ലീറ്റസിന്റെ മുഖത്തേക്ക് നോക്കാതെ തല കുമ്പിട്ടുകൊണ്ടാണ് ദർശന അത് പറഞ്ഞത്. ദർശന, അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിനക്ക് വേണ്ടി കൂടിയാണ് അവൻ ജയിലിൽ കിടക്കുന്നത്, ക്ലീറ്റസ് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരണത്തെ കൺമുന്നിൽ കണ്ടവളാ ഞാൻ. ഇതുപോലെ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ട് അവൻ അകത്ത് പോയാൽ ഞാൻ എന്തു ചെയ്യും? അവന് വേണ്ടി ഞാൻ നരകിക്കണോ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവനോട് പറഞ്ഞേക്ക് എന്നെ മറന്നേക്കാൻ. കൂടുതലൊന്നും പറയാതെ ദർശന പുറത്തേക്ക് പോയി. അപ്പോൾ നാരായണൻ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ കാറിൽ കയറിയിരുന്നു. അച്ഛാ, കല്ലൂക്കാരൻ ജെയിംസുമായുള്ള വിവാഹത്തിന് എനിക്ക് എതിർപ്പില്ല, കാറിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ദർശന പറഞ്ഞു. ദർശന കണ്ണുകൾ തുറന്നു. ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ട്. ദർശന കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പുറത്ത് സംസാരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറെ പേര് തിരിച്ചുപോയി എന്ന് തോന്നുന്നു. അതേതായാലും നന്നായി. ദർശന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. അപ്പോഴാണ് നളിനി കയറി വന്നത്. മോൾ എഴുന്നേറ്റോ? തലവേദന ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ പോയോ? ആ, കുറച്ചു പേരൊക്കെ പോയി. നളിനി ദർശനയുടെ അടുത്ത് വന്നിരുന്നു. എന്നാലും മോൾക്ക് ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ അമ്മയ്ക്ക്. ദർശനയുടെ തലയിൽ തലോടിക്കൊണ്ട് നളിനി വേദനയോടെ പറഞ്ഞു. എന്ത് ഗതി? ഞാൻ ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ, ദേഷ്യത്തോടെ ദർശന പറഞ്ഞു. അതിനിവിടെ എന്താടി ഒരു കുറവ്? സുഖജീവിതമല്ലേ? സുഖജീവിതം? നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ് സുഖജീവിതം? കുറെ പണവും പത്രാസും ഉള്ളതോ? ദർശന പറഞ്ഞപ്പോൾ നളിനിക്ക് ഉത്തരമുണ്ടായില്ല. സത്യത്തിൽ എനിക്കിത് ജയിലായിരുന്നു. തടവിൽ കിടക്കുന്നത് പോലെയായിരുന്നു എൻ്റെ ജീവിതം. ഒരിക്കൽ പോലും ജെയിംസ് എന്നെ സ്നേഹിച്ചിട്ടില്ല. അവൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിൽ മാത്രമായിരുന്നു. രാത്രിയിൽ മോഹം തോന്നുമ്പോൾ കൂടെ കിടക്കാൻ ഒരു സ്ത്രീ, അതായിരുന്നു ഞാൻ. പല പ്രാവശ്യം അയാളോടൊപ്പം ഈ കട്ടിലിൽ ഒരു ജീവശവം പോലെ കിടന്നു കൊടുത്തിട്ടുണ്ട് ഞാൻ. ശാരീരിക ബന്ധത്തിൻ്റെ സുഖവും സംതൃപ്തിയും സ്നേഹം സന്തോഷവും എല്ലാം ഞാൻ അനുഭവിച്ചത് ഒരു പ്രാവശ്യം മാത്രമാണ്. ഒരേ ഒരു പ്രാവശ്യം മാത്രം. അവസാനം അത് പറഞ്ഞപ്പോൾ ദർശനയുടെ ശബ്ദമിടറി. ഇടിവെട്ടും മഴയുമുള്ള ആ കോളേജ് പരിസരത്തെ രാത്രി അവളുടെ ഓർമ്മയിൽ വന്നു.
അമ്മയ്ക്കറിയാമോ, ഞാനൊരു മനസ്സ് വെച്ചിരുന്നെങ്കിൽ ജെയിംസ് മാത്രമല്ല അയാളുടെ അനിയൻ കിഷോറും എൻ്റെ ഒപ്പം ഈ കട്ടിലിൽ കിടന്നേനെ. ദർശന അത് പറഞ്ഞപ്പോൾ നളിനി ഞെട്ടിപ്പോയി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? ദർശനയുടെ ഇരുവശവും പിടിച്ചുകൊണ്ട് നളിനി ചോദിച്ചു. സത്യം, ജെയിംസിൻ്റെ അനിയൻ കിഷോറിനും എന്നെ നോട്ടമുണ്ടായിരുന്നു. പല പ്രാവശ്യം അറിയാത്തതുപോലെ ദേഹത്ത് തട്ടുകയും മുട്ടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവനോട് ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ രാത്രിയിൽ അവൻ വന്ന് കൂടെ കിടക്കട്ടെ എന്നായിരുന്നു മറുപടി. അവന് എന്നോടൊപ്പം കിടക്കാൻ താല്പര്യമുണ്ടെന്ന്. ഭൂമി പിളർന്നു പോയെങ്കിൽ എന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. നീ ഇത് ജെയിംസിനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഒന്ന് വഴങ്ങി കൊടുത്തേക്കാൻ. അവർ ചേട്ടനനിയന്മാർ എന്ത് കിട്ടിയാലും പങ്കിട്ടെടുത്തിട്ടേ ഉള്ളൂ എന്ന്. ദർശന പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി നളിനിക്ക്. അലക്സാണ്ടർ അറിഞ്ഞില്ലേ ഇത്? അറിഞ്ഞു. അയാൾക്കും അതിൽ കുഴപ്പമൊന്നുമില്ല. അനിയന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുള്ള വല്യേട്ടനല്ലേ. എൻ്റെ ഈശ്വര, നരകത്തിലേക്കാണല്ലോ നിന്നെ കെട്ടിച്ചുവിട്ടത്. നരകമോ? സ്വർഗജീവിതം എന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത്? പണവും പ്രതാപവും കണ്ട് സുഖകരവും സ്വർഗീയവുമായ ജീവിതമാണ് ഇവിടെയെന്ന്. എന്നിട്ടിപ്പോൾ നരക ജീവിതമായോ? അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. അന്ന് കിഷോർ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കിടന്നേനെ. വീട്ടുകാർ മുഴുവൻ അവന് സപ്പോർട്ടാണല്ലോ. അവൻ ചത്തത് ഏതായാലും നന്നായി. എല്ലാം ഞാൻ ചെയ്ത ചതിയുടെ ഫലമാണ്. നിങ്ങളുടെ എല്ലാം വാക്ക് കേട്ട് സുഖജീവിതം തേടി റോക്കിയെ ചതിച്ചവളാണ് ഞാൻ. പാവം, ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എനിക്ക് വേണ്ടിയല്ലേ ആ പ്രകാശനെ അവൻ കൊന്നത്? വേദനയോടെ ദർശന പറഞ്ഞു. അതിന് അവനല്ലല്ലോ കൊന്നത്. നളിനി പെട്ടെന്ന് കയറി പറഞ്ഞു. അത് കേട്ട് ദർശന നടുങ്ങി. പിന്നെ പിന്നെ ആരാ അത് ചെയ്തത്? പെട്ടെന്നാണ് നളിനിയുടെ മുഖം വിളറിയത്. പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് മനസ്സിലായത്. ഒന്നുമില്ല. നളിനി എഴുന്നേറ്റ് പോകുവാൻ ഒരുങ്ങി. ദർശന പെട്ടെന്ന് നളിനിയുടെ കൈക്ക് കയറി പിടിച്ചു. അമ്മ പറഞ്ഞിട്ട് പോയാൽ മതി. ആരാ പിന്നെ ആ കൊലപാതകം നടത്തിയത്? ആരാ ഞങ്ങളെ ചതിച്ചത്? ദർശന ചോദിച്ചു. നിന്റെ അച്ഛനോട് പോയി ചോദിക്ക്. നിന്റെ അച്ഛനും അലക്സാണ്ടറും ഒക്കെ ചേർന്നാണ് ഇതുപോലൊരു നാടകമുണ്ടാക്കിയത്. അത്രയേ എനിക്കറിയൂ. അയാളെ കൊന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. വിളറി നിന്നു പോയി ദർശന. തൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. ഈശ്വര, ചതി പറ്റിയല്ലോ. അപ്പോൾ അന്ന് തന്നെ ആക്രമിക്കാൻ ഗുണ്ടകൾ ഓട്ടിച്ചത് അത് നാടകമാണോ? ശബ്ദമുയർത്തി ദർശന ചോദിച്ചു. അതെ. തല കുമ്പിട്ടുകൊണ്ടാണ് നളിനി അത് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്ന് റോക്കിയെ ചതിച്ചു. താനും കൂടി അതിൽ പങ്കുചേർന്നല്ലോ. അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി. അവളുടെ മുഖഭാവം കണ്ട് നളിനി ഭയന്നു. മോളെ ദർശനെ. ദർശനയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് നളിനി വിളിച്ചു. അടുത്ത നിമിഷം തന്നെ നളിനിയുടെ കൈ ദർശന തട്ടി മാറ്റി. തൊട്ടു പോകരുത് നിങ്ങൾ. ഇനി എന്നെ മോളെ എന്ന് നിങ്ങൾ വിളിക്കരുത്. പുറത്തേക്ക് പോ. പുറത്തേക്ക് പോകാൻ. ദർശനയുടെ ശബ്ദമുയർന്നപ്പോൾ ഭയന്നു പോയ നളിനി പുറത്തേക്കിറങ്ങി. ആന്റണിയുടെ നാവിൽ നിന്ന് റോക്കിയെയും ദർശനയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി കേൾക്കുകയായിരുന്നു കീർത്തനയും രാധികയും. സത്യത്തിൽ അവൻ ആരെയും കൊന്നിട്ടില്ല, ചതിക്കുകയായിരുന്നു എല്ലാവരും അവനെ. ആന്റണി പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ അയാളെ കൊന്നത്? അതറിയില്ല. അന്ന് പ്രകാശന്റെ വീട്ടിൽ റോക്കി പോയിരുന്നു. റോക്കിയുടെ ശബ്ദം കേട്ട് പ്രകാശൻ ഭാര്യ ജലജ ഇറങ്ങി വന്നു. പ്രകാശനില്ലേ ഇവിടെ? റോക്കി ജലജയോട് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ. അവനെ ദഹിപ്പിക്കാനുള്ള സ്ഥലം കണ്ടുവച്ചേക്ക്. അവൻ്റെ ശവമായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതുപോലുള്ള പണിയാ അവൻ ചെയ്തു വച്ചിരിക്കുന്നത്. ജലജ വിളറി നിൽക്കുന്നത് നോക്കിക്കൊണ്ട് റോക്കി പുറത്തേക്ക് പോയി. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ പ്രകാശൻ വരുന്നത് കണ്ടു. റോക്കി അടുത്തെത്തിയതും പ്രകാശന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പ്രകാശൻ നിലത്ത് വീണു. നിന്റെ ഫോണിൽ ഞങ്ങൾ തമ്മിലുള്ള വീഡിയോ ഉണ്ട്. അത് വെച്ച് നീ ദർശനയെ ബ്ലാക്ക്മെയിൽ ചെയ്യുമല്ലേടാ? മുന്നിൽ റോക്കിയാണെന്നറിഞ്ഞ പ്രകാശൻ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞോടി. റോക്കി പിന്നാലെ ഓടി. രാത്രി ചില തട്ടുകടക്കാർ കട തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയെല്ലാം മുന്നിൽ കൂടെ പ്രകാശൻ ജീവനും കൊണ്ടോടി. എന്തോ പ്രശ്നമുണ്ടല്ലോ. പ്രകാശനല്ലേ ആ ഓടിയത്? ആളുകൾ അത് പറഞ്ഞു നിൽക്കെ തന്നെ റോക്കി പിന്നാലെ ഓടുന്നത് കണ്ടു. ഒന്നും മനസ്സിലാവാതെ ആളുകൾ പരസ്പരം നോക്കി. പ്രകാശൻ തൊട്ടടുത്തു കിടക്കുന്ന ഒരു ഷോറൂമിലേക്ക് ചാടി കയറി.
അതിനുള്ളിൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ മുകളിലേക്ക് ഓടിക്കയറി. റോക്കി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. തന്റെ കയ്യിലിരിക്കുന്ന ടോർച്ച് തെളിച്ചുകൊണ്ട് റോക്കി മുന്നോട്ട് നടന്നു. ഇനി അവൻ ഓടാൻ സാധ്യതയില്ല. പെട്ടെന്ന് പ്രകാശന്റെ നിലവിളി കേട്ട് റോക്കി ആ ഭാഗത്തേക്ക് ഓടി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ റോക്കി കണ്ടു ചോരയിൽ കുളിച്ചു കിടക്കുന്ന പ്രകാശൻ. അയാളുടെ നെഞ്ചിന്റെ ഭാഗത്ത് താഴ്ന്നിറങ്ങിയ കടാര. പിടച്ചിലോടെ പ്രകാശൻ നിശ്ചലമായി. പെട്ടെന്നാണ് അവിടേക്ക് പോലീസ് കയറി വന്നത്. CI സുധാകരനും SI അരവിന്ദനും കോൺസ്റ്റബിൾ നാരായണനും ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉണ്ടായിരുന്നു. പോലീസുകാർ റോക്കിയെ ബലമായി പിടിച്ചു. കയ്യിലൊരു കർച്ചീഫ് എടുത്ത് അതും കൊണ്ട് പ്രകാശന്റെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്ന കടാര വലിച്ചൂരി CI സുധാകരൻ. എന്നിട്ട് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കിയുടെ വലതു കൈ ബലമായി പിടിച്ചുയർത്തി കടാരയിലെ പിടിയിൽ പിടിപ്പിച്ചു. എന്നിട്ട് നാരായണനെ ഏൽപ്പിച്ചു. സൂക്ഷിച്ചു വെച്ചേക്ക്. ഈ കടാരയും കൊണ്ടാണ് ഇവൻ പ്രകാശനെ കൊന്നിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ചിരിയോടെ നാരായണൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ കടാര ഇട്ടുവെച്ചു. അപ്പോൾ പിന്നെ നമുക്കങ്ങ് പോയാലോടാ? സുധാകരൻ ചോദിച്ചു. സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്, റോക്കി പറഞ്ഞു. അയ്യോ, ഇത്രയായിട്ടും നിനക്ക് മനസ്സിലായില്ലേ? നീ പ്രതിയായതല്ല, നിന്നെ പ്രതി ആക്കിയതാണ്. അതിനാണ് ആ കടാരയിൽ നിന്റെ ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചത്. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല, റോക്കി തീർത്ത് പറഞ്ഞു. അതിന് സമയമുണ്ടടാ. ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ, ഇനി തിങ്കളാഴ്ചയെ കോടതിയുള്ളൂ. ഇന്ന് രാത്രിയും നാളെ മുഴുവനും സമയമങ്ങ് കിടക്കുകയല്ലേ നിന്നെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ. പുറത്ത് പരിക്കില്ലാതെ നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പിള്ളേരവിടെയുണ്ട്, സുധാകരൻ പറഞ്ഞു. സാർ, ഇത് ശരിയല്ല, SI അരവിന്ദൻ സുധാകരനോട് പറഞ്ഞു. താൻ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇല്ല സാർ, ഞാനിതിന് കൂട്ടുനിൽക്കില്ല. എടോ അരവിന്ദ, നിയമത്തെ പോലും പന്താടാൻ കഴിവുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ. താൻ അനുസരിച്ചേ പറ്റൂ. നാരായണനും സംഘവും റോക്കിയെ താഴത്തേക്ക് കൊണ്ടുപോയി. അവന്റെ കയ്യിൽ അവർ ബലമായി വിലങ്ങണിയിച്ചു. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും, റോക്കി പറഞ്ഞു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ റോക്കിയെ അവർ അതിക്രൂരമായി മർദ്ദിച്ചു. സത്യത്തിൽ പോലീസ് ആയിരുന്നില്ല അവനെ മർദ്ദിച്ചത്. പോലീസ് യൂണിഫോമിട്ട ക്രിമിനലുകളായിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ റോക്കിക്കെതിരെയായിരുന്നു തെളിവുകൾ. SI അരവിന്ദൻ റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല റോക്കി. ഞാനിവിടെ നിസ്സഹായനാണ്, അരവിന്ദൻ റോക്കിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അറിയാം സാർ. ഒന്നുമില്ലെങ്കിലും എനിക്ക് വേണ്ടി സാറെങ്കിലും വാദിച്ചല്ലോ. സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണത്? എൻ്റെ അനിയൻ ക്ലീറ്റസും സാറിൻ്റെ മകളുമായി പ്രണയത്തിലാണ്. അവൻ എന്നെപ്പോലെയല്ല, പാവമാണ്. ആരെയും ഉപദ്രവിക്കാനൊന്നും അവൻ അറിയില്ല. സാറിന് പറ്റുമെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. റോക്കി അത് പറഞ്ഞപ്പോൾ അരവിന്ദൻ റോക്കിയുടെ തോളിൽ പതുക്കെ തട്ടി. അതിനുശേഷം പുറത്തേക്ക് പോയി. ഇതൊക്കെ റോക്കി പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ആന്റണി അവരോട് പറഞ്ഞു. അപ്പോഴാണ് റോക്കി കയറി വന്നത്. നിന്നോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ പറയാൻ? റോക്കി ദേഷ്യത്തോടെ ആന്റണിയോട് പറഞ്ഞു. നിന്നെ ആരും മോശക്കാരനായി കാണരുത്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത്. റോക്കി മറുപടി പറയാതെ തിരിച്ചു പോകാൻ ഇറങ്ങി. റോക്കി, പോവല്ലേ, നിൽക്കൂ, കീർത്തന പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കി ഇപ്പോഴും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. റോക്കി അതിന് മറുപടി പറഞ്ഞില്ല. CI സുധാകരൻ, കിഷോർ, ജെയിംസ് ഇവരെയൊക്കെ അതിക്രൂരമായി കൊല്ലാൻ എന്താണ് കാരണം? റോക്കിയുടെ അച്ഛൻ ജീവനോടെയുണ്ടോ മരിച്ചോ എന്നറിയില്ല. ക്ലീറ്റസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മരിച്ചത് എൻ്റെ ചേച്ചിയും അച്ഛനുമാണ്. ചേച്ചിയും അച്ഛനെയും കൊന്നതിന് എനിക്കാണ് അവരെ കൊല്ലാനുള്ള ശത്രുതയുള്ളത്. കീർത്തന റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കിയുടെ മുന്നിൽ വന്ന് നിന്നു. പറയൂ, ഇവരെ കൊല്ലാനുള്ള ശത്രുത റോക്കിക്ക് എങ്ങനെ ഉണ്ടായി? അങ്ങനെയൊന്നുമില്ല. ക്ലീറ്റസിൻ്റെ കാമുകിയെ കൊന്ന കാര്യത്തിൽ ക്ലീറ്റസ് ആണ് എനിക്ക് കൊട്ടേഷൻ നൽകിയത്, അല്ലാതെ മറ്റൊരു കാര്യം എനിക്കില്ല, റോക്കി പറഞ്ഞൊഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരാ ഡയാന? കീർത്തന അത് പറഞ്ഞപ്പോൾ ഒരു നടുക്കത്തോടെ റോക്കി കീർത്തനയെ നോക്കി. ഏട്ടാ, ഏട്ടാ. സ്നേഹത്തോടെയുള്ള ആ ശബ്ദം റോക്കിയുടെ കാതുകളിൽ മുഴങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് പുറകോട്ട് പോയി അവൻ്റെ ഓർമ്മകൾ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ കണ്ടവരുടെ കൂടെ മെക്കിട്ട് കയറാൻ നിൽക്കരുതെന്ന്, കത്രീന ദേഷ്യത്തോടെ റോക്കിയോട് പറഞ്ഞു.
ഞാൻ പറഞ്ഞിട്ടാ ചേട്ടായി അയാളെ തല്ലിയത്. എൻ്റെ കൈക്ക് കയറി പിടിച്ച് അനാവശ്യം പറഞ്ഞു അയാൾ. അതിനാ തല്ലിയത്, ഡയാന പറഞ്ഞു. നീ ഒന്ന് അടങ്ങി ഒതുങ്ങി നടന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടോ? ഒരു പെങ്കൊച്ചാണെന്നുള്ള ചിന്ത ഉണ്ടാവണം. ബാക്കിയുള്ളവരുടെ ഉള്ളിൽ തീയാണ്. ഇവനോടുള്ള ശത്രുത മൂലം നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നാ എൻ്റെ പേടി. കത്രീന വേവലാതിയോടെ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് അത്തരം പേടി വേണ്ട. ഏട്ടനുള്ളപ്പോൾ എന്നെ ആരും ഒന്നും ചെയ്യില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടൻ അവന്മാരെ വെറുതെ വിടില്ല. റോക്കിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഡയാന പറഞ്ഞു. എന്തോ നാടി ഇത്? കുറെ നേരമായല്ലോ തള്ളെ മക്കളും കൂടി മനുഷ്യനെ കിടത്തി ഉറക്കില്ല. ദേഷ്യത്തോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അപ്പൻ പൈലി കത്രീനയോട് പറഞ്ഞു. അയ്യോ, നിങ്ങൾ ഉറങ്ങിക്കോ. മൂക്കന്നെ കുടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിക്കോ. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും നിങ്ങൾ അറിയരുത്. കത്രീന പൈലിയോട് ദേഷ്യപ്പെട്ടു. എടി, അവനൊരു ആൺകുട്ടിയാണ്. ആൺപിള്ളേരായാൽ ചിലപ്പോൾ അല്പസ്വല്പം അടിയും കുത്തുമൊക്കെ ഉണ്ടാവും. പൈലി കത്രീനയോടായി പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്. വീടിന് മുന്നിൽ ഒരു ബോർഡ് തൂക്കിയിട്ട് തല്ലിന് ഇത്രയും രൂപ, കൈകാൽ വെട്ടുന്നതിന് ഇത്രയും രൂപ, തല അറുക്കുന്നതിന് ഇത്രയും രൂപ എന്നൊക്കെ പറഞ്ഞ് മോൻ വടിവാളുമായി ഇറങ്ങുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം പറ്റാൻ ക്യാഷ്യറായി തന്തയെ നിങ്ങൾ ഇവിടെ ഇരുന്നോ. ഞാനും എൻ്റെ 2 മക്കളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. ദേഷ്യത്തോടെ കത്രീന അകത്തേക്ക് കയറിപ്പോയി. അമ്മ അങ്ങനെ പലതും പറയൂ ഏട്ടാ. ഏട്ടൻ കൂടെയുള്ളതാ എൻ്റെ ധൈര്യം. ഏട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഡയാന റോക്കിയോട് പറഞ്ഞു. കിടന്ന കിടപ്പിൽ നിന്ന് റോക്കി തല ഉയർത്തി നോക്കി. കൈയും കാലും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. രാത്രി സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമായിരുന്നു. പ്രകാശനെ കൊന്നത് താനാണെന്ന് ഏൽക്കണം. താൻ അതിന് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ രാത്രി തന്നെ കയ്യിൽ വിലങ്ങിട്ട് തല മൂടിക്കെട്ടി ആരുമറിയാതെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഏതാണ് സ്ഥലം എന്ന് പോലും അറിയില്ല. സുധാകരൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ആരൊക്കെയോ നടന്നു വരുന്ന ശബ്ദം കേൾക്കാം. അലക്സാണ്ടർ റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ ഒരു നീക്കം നീ പ്രതീക്ഷിച്ചില്ല അല്ലേടാ? വെട്ടി തുണ്ടം തുണ്ടമാക്കണം ഈ പന്നീനെ. വർക്കിയുടെ ശബ്ദമായിരുന്നു അത്. ജെയിംസ് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. റോക്കിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു അവൻ. റോക്കിയുടെ ചുണ്ടിൽ നിന്നും ഒഴുകുന്ന രക്തം ജെയിംസിന്റെ കൈകളിലായി. പെട്ടെന്ന് ജെയിംസ് കൈയെടുത്ത് മാറ്റി. വൃത്തികേടായല്ലോ. കിഷോർ ഒരു ടവൽ എടുത്തു കൊടുത്തു. ജെയിംസ് അത് തുടച്ചു. അതിനുശേഷം ജെയിംസ് റോക്കിയുടെ അടുത്ത് കുത്തിയിരുന്നു. എന്നെ മനസ്സിലായോടാ നിനക്ക്? നീ എന്നെ തല്ലിയ തല്ല് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. കൈ വലിച്ച് ഒറ്റയടി കൊടുത്തു ജെയിംസ്. സാവിയോ നടന്ന് റോക്കിയുടെ അടുത്തെത്തി. റോക്കിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചു. എന്നെ അറിയാമോടാ നിനക്ക്? ഞാൻ സാവിയോ കല്ലുക്കാരൻ. റോക്കി അതിന് മറുപടി പറഞ്ഞില്ല. കല്ലുക്കാരൻ ഫാമിലിയുടെ ഇടയിൽ കയറി വന്ന് ഒരുത്തൻ ആളാകാൻ ശ്രമിച്ചാൽ അവൻ ആരായാലും വെറുതെ വിടില്ല. ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയ സാമ്രാജ്യമാണിത്. അതിൻ്റെ പവർ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. അലക്സാണ്ടർ റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി റോക്കി. പ്രകാശനെ കൊന്നത് നീയാണെന്ന് സമ്മതിക്കണം കോടതിയിൽ. സാക്ഷികളുണ്ട്. ഇനി വേണ്ടത് നിന്റെ സമ്മതമാണ്, കുറ്റസമ്മതം. അലക്സാണ്ടർ പറഞ്ഞു. ഞാനത് ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. നിന്റെയൊക്കെ കൊടിച്ചുപട്ടി സുധാകരനോട്. പ്രകാശനെ കൊല്ലണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ട കാര്യം റോക്കിക്കില്ല. റോക്കി തീർത്ത് പറഞ്ഞു. നീ കുറ്റം ഏൽക്കില്ല എന്ന് ഉറപ്പാണോ? സാവിയോ ചോദിച്ചു. ഒരു കാര്യം ഞാൻ ഒറ്റ പ്രാവശ്യമേ പറയൂ. സാവിയോ കിഷോറിനെ നോക്കി. അവൻ പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ വലിച്ചിഴച്ച് റോക്കിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഡയാനയായിരുന്നു അത്. ഏട്ടാ അവൾ വാവിട്ട് കരഞ്ഞു. അവളെ കണ്ടതും റോക്കി നടുങ്ങി. എൻ്റെ കയ്യിലെ കെട്ടഴിക്കട പട്ടികളെ. അതിനുശേഷം എൻ്റെ പെങ്ങളെ ഉപദ്രവിക്ക്. റോക്കി അത് പറഞ്ഞു കഴിഞ്ഞതും സാവിയോ കാലുകൊണ്ട് റോക്കിയുടെ തലയിൽ ചവിട്ടി പിടിച്ചു. ഇതേ സമയം കിഷോർ ഡയാനയുടെ മുഖത്തടിച്ചു. അവൾ കറങ്ങി നിലത്ത് വീണു. അത് കണ്ട് റോക്കി ഉച്ചത്തിൽ അലറി. നീ ഒരു ചെന്നായയാണ്, കാട്ടു ചെന്നായ. നിന്റെ കയ്യിലെ കെട്ടൊഴിച്ചാൽ ഇവിടെ ഉള്ളവരെ മുഴുവൻ നീ തീർക്കും, എന്നെ ഒഴിച്ച്. ഞാനുള്ളപ്പോൾ ഇവർക്കാർക്കും ഒരു ഏനക്കേട് വരരുത്. അതുകൊണ്ട് നിന്റെ കയ്യിലെ കെട്ടഴിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ തൽക്കാലം ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല. നീ ആ കൊലക്കുറ്റം സ്വയം ഏൽക്കണം. അതിന് നീ തയ്യാറായാൽ നിന്റെ അനിയത്തിയെ ജീവനോടെ വീട്ടിൽ വിടും, ഒരു പോറൽ പോലും ഏൽക്കാതെ. പറയുന്നത് സാവിയോ ആണ്, സാവിയോ കല്ലുക്കാരൻ.
റോക്കി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ശേഷം കണ്ണുകൾ തുറന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം. പകരം എൻ്റെ അനുജത്തി ഡയാന, അവൾ സുരക്ഷിതമായി വീട്ടിലെത്തണം, റോക്കി പറഞ്ഞു. കല്ലുകാരന്മാർക്ക് വാക്കൊന്നേയുള്ളൂ, മാറ്റി പറയില്ല, സാവിയോ പറഞ്ഞു. എങ്കിൽ കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഡയാനയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടാവരുത്. അവളുടെ ദേഹത്ത് ഒരു പോറൽ ഇനി വീണാൽ പള്ളിയിൽ പോയി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു കൊലക്കേസ് ഏറ്റെടുത്താൽ റോക്കിക്ക് തൂക്കമരണം കിട്ടണേ എന്ന്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ കേസിൽ നിന്നും ഇറങ്ങിയാൽ എൻ്റെ അനിയത്തിയെ ഉപദ്രവിച്ചവന്മാർ ആരായാലും വെറുതെ വിടില്ല. കിഷോറിനെ നോക്കിക്കൊണ്ടാണ് റോക്കി അത് പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ കോടതിയിൽ റോക്കി കുറ്റസമ്മതം നടത്തി. റിട്ടയേർഡ് DIG കൃഷ്ണമേനോനോടൊപ്പം SI അരവിന്ദൻ ജഡ്ജിയെ കാണുവാനായി പോയി. കയ്യിലിരിക്കുന്ന വീഡിയോ ജഡ്ജിയെ കാണിച്ചു. അതൊരു CCTV ദൃശ്യമായിരുന്നു. പ്രകാശനെ കറുത്ത തടിയനായ ഒരാൾ കുത്തുന്നതിൻ്റെ ദൃശ്യം അതിലുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ ഒരു ഇരുട്ടത്തേക്ക് മാറി നിന്നു. അപ്പോഴേക്കും റോക്കി ഓടി അവിടെ എത്തി. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് സംഘവും എത്തി. സുധാകരൻ വിലങ്ങിട്ട് റോക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇരുട്ടത്ത് മറഞ്ഞു നിന്നവർ പതുക്കെ പുറത്തേക്ക് പോകുന്നു. സർ, ഇതാണ് അവിടെ നടന്നത്, കൃഷ്ണമേനോൻ പറഞ്ഞു. ഇതെന്തുകൊണ്ട് നേരത്തെ ഹാജരാക്കിയില്ല? മാത്രമല്ല അയാൾ എന്തുകൊണ്ട് കുറ്റം സ്വയം ഏറ്റെടുത്തു? സർ, ഈ കേസ് അന്വേഷിച്ച പോലീസുകാരിൽ പലരും അവരുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യത്തിന് പിന്നാലെ അവർ പോയില്ല. ഉണ്ടായിരുന്നത് കൃത്രിമ സാക്ഷികളും കൃത്രിമ തെളിവുകളുമായിരുന്നു. അതുവെച്ച് അവർ അവനെ കുടുക്കി. സർ, 2 ദിവസം മുൻപ് റോക്കിയുടെ പെങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി വന്നിരുന്നു. എൻ്റെ ബലമായ സംശയം ആ പെൺകൊച്ചിനെ മുന്നിൽ നിർത്തി റോക്കിയെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചതാണെന്നാണ്. അനിയത്തിയെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന അവൻ അത് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. SI അരവിന്ദനാണത് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ജഡ്ജി അത്ഭുതത്തോടെ പറഞ്ഞു. ഇതിലും വലുതൊക്കെ നടക്കുന്നുണ്ട് സാർ. നമ്മുടെ നഗരത്തിൽ കൂടെ MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഒഴുകി നടക്കുന്നതിന് പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. സാവിയോ എന്ന നൊട്ടോറിയസ് ക്രിമിനലാണ് ഇതിന് പിന്നിൽ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ എടുത്തുകൂടാ? കൂടുതൽ തെളിവ് കിട്ടേണ്ടതുണ്ട് സാർ. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. മാത്രമല്ല രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള പലരും അവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ തെളിവുകൾ അത് സ്ട്രോങ് ആയിരിക്കണം, മേനോൻ പറഞ്ഞു. ഓക്കെ മിസ്റ്റർ മേനോൻ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് തന്നെ റോക്കി എൻ്റെ മുന്നിൽ ഹാജരാക്കണം. അയാളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, ജഡ്ജി പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ അരവിന്ദൻ റോക്കിയുടെ അടുത്തേക്ക് പോയി. നിന്റെ പെങ്ങൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒരു ഞെട്ടലോടെ റോക്കി അരവിന്ദനെ നോക്കി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യാത്ത നീ ഇവിടെ കിടക്കേണ്ടതില്ല. നിന്നെ ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരാക്കാൻ പോവുകയാണ്. ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറയണം, അരവിന്ദൻ റോക്കിയോട് പറഞ്ഞു. റോക്കി, നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിന്റെ അനിയൻ ക്ലീറ്റസുമായുള്ള എൻ്റെ മകളുടെ വിവാഹം. എനിക്കതിൽ താല്പര്യക്കുറവില്ല. നീ നിന്റെ അനിയനും എല്ലാം നല്ലവരാണെന്ന് എനിക്കറിയാം. എൻ്റെ മകൾ ശരണ്യ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ. അരവിന്ദൻ പറയുന്നത് റോക്കി കേട്ടിരുന്നു. അവർ ജഡ്ജിയുടെ മുന്നിലെത്തി. ജഡ്ജിയുടെ ചോദ്യത്തിന് റോക്കി കൃത്യമായ മറുപടി പറഞ്ഞു. അധികം വൈകാതെ തന്നെ റോക്കിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഓർഡർ വന്നു. റോക്കി പോയ ഉടനെ തന്നെ സുധാകരൻ അരവിന്ദന്റെ മുന്നിൽ വന്നു. നീ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ പുറത്തിറക്കാനല്ലേ? തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അവൻ പുറത്തിറങ്ങേണ്ടവനാണല്ലോ സാർ. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു നീ ജഡ്ജിയോട്? പറയേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറിന് ഞാനൊരു ഔദാര്യം ചെയ്തു. സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അത് തൽക്കാലം ഞാൻ സാറിന് തരുന്ന ശിക്ഷയായി കരുതിയാൽ മതി. CI സുധാകരനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അരവിന്ദൻ ഇറങ്ങിപ്പോയി. റോക്കിയുടെ വീട് മരണ വീട് പോലെയായിരുന്നു. റോക്കിയെ കണ്ടതും അമ്മ ക്ലാര ചാടി എഴുന്നേറ്റു. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? നീ ഒരാൾ കാരണം ആ പെൺകൊച്ചിനെ നഷ്ടമായില്ലേ? എൻ്റെ കർത്താവേ, എൻ്റെ മോള്. ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവന് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്നിട്ടിപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. ക്ലാര വാവിട്ട് കരഞ്ഞു. അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അന്വേഷിച്ചു പോയ അപ്പനെയും കാണുന്നില്ല, ക്ലീറ്റസ് പറഞ്ഞു. നീ അപ്പോൾ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാനും അപ്പനും കൂടിയാണ് എല്ലായിടത്തും അന്വേഷിച്ച് നടന്നത്. പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു.
ഇടയ്ക്ക് വെച്ച് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പൻ എങ്ങോട്ടോ പോയി. ക്ലീറ്റസിൻ്റെ ശബ്ദമിടറി. ക്ലീറ്റസേ, നീ അമ്മയുടെ കൂടെ ഉണ്ടാവണം. ഞാനിപ്പോൾ വരാം. റോക്കി പുറത്തേക്ക് പോയി. റോക്കി, എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞിട്ട് പോ. ക്ലീറ്റസ് പറഞ്ഞത് കേൾക്കാതെ റോക്കി മുന്നോട്ട് പോയി. പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് സുധാകരൻ വാതിൽ തുറന്നു. വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ. ഒറ്റ ചവിട്ടായിരുന്നു സുധാകരൻ തെറിച്ച് അകത്തേക്ക് വീണു. നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് സുധാകരൻ കണ്ടത് മുന്നിൽ നിൽക്കുന്ന റോക്കിയെയാണ്.